നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉണ്ട്. ഇത് ആവശ്യത്തിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ്. എന്നാൽ ഒരു ലിമിറ്റ് വരെ നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മരുന്നുകൾക്ക് പകരമല്ല. ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൂടെ മരുന്നുകൾ കഴിക്കുക തന്നെ വേണം. കൂടെ ആ മരുന്നിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടി ഈസിയാക്കാൻ ഇത്തരത്തിൽ ഞാൻ പറയുന്ന ഡയറ്റ് നിങ്ങളെ സഹായിക്കും. പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അതായത് ദഹിക്കുന്ന നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഓട്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഒരു 5 മുതൽ 10 ഗ്രാം വരെ ഡെയിലി ഈ ഓട്സ്, രാജ്മ പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. കൂടാതെ നട്ട്സ് പക്ഷെ അമിതമായിട്ട് കഴിക്കുന്നത് കൊഴുപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഒരു പരിമിതപ്പെട്ട അളവിൽ വേണം നട്ട്സ് കഴിക്കാൻ. അതുപോലെ തന്നെ സോയാബീൻ, ടൊഫു പോലുള്ളവ. ഈ സോയാബീനിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രോജൻസ് ബോഡി കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ ബോഡിക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മത്സ്യങ്ങളായ മത്തി, സാൽമൺ പോലുള്ള മത്സ്യങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ളത് തന്നെ ഇവ LDL കൊളസ്ട്രോൾ കുറച്ച്, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച്, അതേപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. നല്ല ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ ആണ് എന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുക തന്നെ വേണം. ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകളും കൊളസ്ട്രോളിന് ലഭ്യമാണ്. കൂടെ ഇത്തരത്തിലുള്ള ഡയറ്റ് കൂടെ ചെയ്യുന്നത് മരുന്നിൻ്റെ ആക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.